ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് നമ്മൾക്ക് ഒരു നെയ്റ്റി, ചുരിദാർ കട്ടിങ് നെയ്റ്റി വെട്ടി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തുണി ഇങ്ങനെ നീളത്തിലെടുത്തിട്ട് രണ്ടായിട്ട് മടക്കി എടുത്തേക്കുന്നതാണിത്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ഒന്നും കൂടി നാലായിട്ട് മടക്കിയിടുന്നതിന് ഉള്ളിൽ ചുളിവുകളൊന്നും ഇല്ലാതെ നിവർത്തി നന്നായി വിരിച്ചതിന് ശേഷം വീണ്ടും ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും നാലായിട്ട് ഇങ്ങനെ മടക്കിയിടണം. അപ്പോൾ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും നാലായിട്ട് മടക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ പേപ്പറിൽ ഒന്നുകൂടി കാണിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക്. അപ്പോൾ ഇത് നീളമായിട്ട് കിടക്കുന്ന ഒരു തുണിയാണെങ്കിൽ അതിനെ നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കുക. ഇതാണ് ഇങ്ങനെയാണ് നീളം എടുത്തേക്കുന്നത് കേട്ടോ. ഈ വര ഇങ്ങനെ ഇട്ട് ഇങ്ങനെ. അപ്പോൾ ഇത് നീളം, അതിനെ ആദ്യം രണ്ടായിട്ട് മടക്കി വീണ്ടും അതിനെ നാലായിട്ട് മടക്കണം. അതിൽ ഇങ്ങനെ നാലായിട്ട് മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നമുക്ക് ഓപ്പൺ അല്ലാത്ത ഭാഗം വേണം. കൈയുടെ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞോണം ഇരിക്കും. ഇവിടെ നമ്മൾ ജോയിൻ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഓപ്പൺ അല്ലാത്ത ഭാഗമാണ് മുകളിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി ഷോൾഡർ അടയാളപ്പെടുത്തുക, കൈക്കുഴി അടയാളപ്പെടുത്തുക, അതിനുശേഷം ചെസ്റ്റ് അടയാളപ്പെടുത്തണം. അങ്ങനെ അപ്പം ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു പേപ്പർ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഇത് മനസ്സിലാവും. ഷോൾഡർ ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തുക. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡർ അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൈക്കുഴി അടയാളപ്പെടുത്തുക. അത് രണ്ടും ജോയിൻറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ എത്രയാണോ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് അതിവിടെ അടയാളപ്പെടുത്തുക. അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് നെയ്റ്റിക്കൊക്കെ നമ്മൾ തയ്യൽത്തുമ്പിടുന്നത്. അതിങ്ങനെ അടയാളപ്പെടുത്തുക. അതിന് ശേഷം നമ്മുടെ കൈക്കുഴി എത്രയാണോ അത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇപ്പം നമ്മളിങ്ങനെ കൈക്കുഴി അടയാളപ്പെടുത്തി. അതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് അത് അടയാളപ്പെടുത്തി അതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ഇടുക. അതിന് ശേഷം ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇവിടെ കട്ട് ചെയ്യാനുള്ള വരയൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഇങ്ങനെയാണ് നെയ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. തുണിയിൽ കാണിച്ചു തരാം. അപ്പോൾ തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ 8 ഈ തുണിയിൽ നമുക്ക് 8 അവരുടെ ഷോൾഡർ വേണ്ടത്. ഷോൾഡർ 8 അടയാളപ്പെടുത്തി. അപ്പോൾ താഴത്തുനിന്ന് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ഈ കൈ മുറിയാതെ കിട്ടണം. അപ്പോൾ നമുക്ക് താഴത്തുനിന്ന് എത്ര ഇഞ്ചാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. എത്ര ഇഞ്ച് ലെങ്ത്താണ് ആദ്യം വേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് താഴത്തുനിന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ മതി. ഇത്രയും നമുക്ക് മുറിയാതെ കിട്ടും. കൈക്കോ എന്തെങ്കിലും ഭാഗത്തിന് ഉപയോഗിക്കാം. താഴത്തുനിന്ന് എടുക്കുമ്പോൾ 54 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അതായത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് 54 ഇഞ്ച് വേണ്ടത്. നമ്മളിവിടെ
ഷോൾഡർ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോളും 8 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഷോൾഡർ 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. 8 ഇഞ്ച് അടയാളപ്പെടുത്തി. ആം ഹോള് 8 ഇഞ്ചാണ് വേണ്ടത്. 8 ഇഞ്ച് അടയാളപ്പെടുത്തി. നമ്മളെപ്പോഴും തുണിയുടെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമ്മളിത് യോജിപ്പിച്ചു. നമുക്ക് ചെസ്റ്റ് വേണ്ടത് 25 25 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇത് നെയ്റ്റിൽ നിന്നുള്ള അളവാണ്. അപ്പം 25ൻ്റെ പകുതി 12.5 ഇവിടെ അടയാളപ്പെടുത്തണം. 12.5 നമുക്കിവിടെ വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആം ഹോള് വേറൊരു കളർ ചോക്ക് എടുക്കട്ടെ. അപ്പം നമുക്ക് ഇതൊരു മാർക്ക് ചെയ്യുന്ന പെൻസിലാണ്. ഈ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടി കാണാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ആം ഹോള് ഒരു 1.25 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ ആം ഹോൾ കർവ് ഉപയോഗിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയത് 12.5 ഒന്നുകൂടി മാർക്ക് ചെയ്ത് കാണിക്കുക. 1 ഇഞ്ച് തയ്യൽ തുണി. അതിനുശേഷം നമുക്ക് എത്ര അളവിൽ നമ്മൾ ആം ഹോൾ ഇത് ചെയ്താലും നമ്മൾ അളന്ന് നോക്കണം കറക്റ്റാണോ. നമുക്കിവിടെ ആം ഹോൾ വേണ്ടത് 11 ഇഞ്ചാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നീക്കി വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കണം. കറക്റ്റ് ആൾക്ക് വേണ്ടത് 11 ഇഞ്ചാണ്. അപ്പം ഇങ്ങനെ അളന്ന് നോക്കുക കറക്റ്റാണോ എന്ന്. ഇങ്ങനെ നീക്കി വെച്ചിട്ട് നമുക്ക് 11 ഇഞ്ച് ഇവിടെയാണ് കിട്ടുന്നത്. അങ്ങനെ അളന്ന് നോക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. വേണ്ട ഇങ്ങനെ ചളന്ന് നോക്കാം. പൊടിക്ക് കൂടുതലുണ്ട്, അത് കുഴപ്പമില്ല. നമ്മളിത് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ചുങ്ങണ സൈസ് തുണി ആയതുകൊണ്ടാണ് 11. ഒരു 4 ഇഞ്ച് കൂടുതലെടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ കഴുകി കഴിയുമ്പോൾ ശരിക്കും ടൈറ്റായി പോകും. അല്ലെങ്കിൽ കുറച്ച് ലൂസിലാണ് നമ്മൾ എടുക്കുന്നത്. 1 ഇഞ്ച് ലൂസിലായിരിക്കും ആം ഹോൾ എടുക്കുന്നത്. നമ്മൾ കഴുകിയ ഒരു ഇതാണ് അവരുടെ നെയ്റ്റി നമുക്ക് അളവിന് തന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച അളവ് നോക്കണം. 11 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 11.25 ഇഞ്ച് ഇടണം. കാരണം നെയ്റ്റിയുടെ തുണി കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് മുൻകൂട്ടി കണ്ടിട്ട് ഒരു പൊടിക്ക് ലൂസ് ഇട്ട് കൊടുക്കണം. അത് അവരോട് പറയുകയും ചെയ്യണം. ചെറിയൊരു ലൂസ് ഉണ്ടാവും, നിങ്ങൾ കഴുകിയിട്ട് ഇടുമ്പോൾ അത് കറക്റ്റ് ആവും. അതിനുശേഷം നമ്മളിത് ഇവിടെ ആം ഹോളിൻ്റെ വര മുകളിൽ നിന്ന് എടുത്തില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇറക്കിയതിന് ശേഷം വേണം നമുക്ക് ഈ കൈക്കുഴി അളന്ന് നോക്കുന്നത് ഈ 1/2 ഇഞ്ചിൽ നിന്ന് താഴത്തോട്ടാവണം. ഇവിടെ നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് കിട്ടിയാണ് 16 ഇഞ്ചാണ്. 16 ഇഞ്ചിൽ ഷേപ്പ് വരുന്നത് 24. അപ്പോൾ 12 ഇഞ്ച്, 24ൻ്റെ പകുതി 12 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ജോയിൻ ചെയ്യാം. ഇത് നമ്മൾ ചുരിദാർ കട്ട് നെയ്റ്റിയാണ് ചെയ്യണത്. ഈ നെയ്റ്റിയുടെ അടിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഇവിടെ ഒരു പാള പോലെ ഒരു സാധനം കിടക്കും. കറക്റ്റായിട്ട് അത് വെട്ടണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ പാള പോലെ ഇല്ലാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഈ ഷേപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇടം വരെ ഇത് ഇങ്ങനെ തന്നെ പോകണം. പോയതിന് ശേഷം വേണം ചിലർ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. അപ്പോഴാണ് ആ പാള പോലെയുള്ള ഒരു ഫീലിങ്സ് തന്നെ. അതിനുശേഷം നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് താഴെ വരെ കാണിച്ചു തരാം. താഴത്തെ ഈ തുമ്പ് വെത്തുമ്പോൾ ഇതിങ്ങനെ ചേർത്ത് തുമ്പെത്തുമ്പോൾ ഫുള്ളിലേക്ക് കൊണ്ടുവരണത്. ഇതിങ്ങനെ വന്ന് താഴത്തേക്ക് ഇവിടെ വരെ
ഇനി ഇത് നമുക്ക് വെട്ടിയെടുക്കാം. നമ്മൾ വർഷങ്ങളായിട്ട് തയ്ക്കുന്ന ആളായാലും കുറച്ച് ദിവസം നമ്മൾ തയ്ക്കാണ്ടിരുന്നു. അപ്പോൾ ഒരു 2-2.5 മാസം നമുക്ക് ഈ അപ്പത്തിൻ്റെ വർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് കല്യാണങ്ങൾക്ക് അപ്പമൊക്കെ ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. അതിൻ്റെ ഒരു തിരക്കിപ്പെട്ട് ഞാൻ കടയിലേക്ക് വരാറുണ്ടായില്ല. അപ്പോൾ നമുക്ക് പിന്നീട് വെട്ടുമ്പോഴും തയ്ക്കുമ്പോഴും ഒക്കെ ഒരു തപ്പൽ വരും പറഞ്ഞു തരാനും ഒക്കെ. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞ് നമുക്ക് കൈയാണ് വേണ്ടത്. അപ്പോൾ ആൾക്ക് കൈയുടെ ഇറക്കം വേണ്ടത് 11 ഇഞ്ചാണ്. പക്ഷെ നമുക്ക് ഈ കൈക്ക് ഇവിടെ 11 ഇഞ്ച് ഇറക്കം കിട്ടില്ല. നമുക്ക് മാക്സിമം ഒരു 8.5 ഇഞ്ച് ഇറക്കം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടേക്ക് നമുക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. അവിടെയും നമുക്ക് കുറച്ച് കുറവാണ്. മൊത്തം ടോട്ടൽ 12 ഇഞ്ച് വേണം. അപ്പോൾ 10 അടയാളപ്പെടുത്താം, കിട്ടിയതിൽ അടയാളപ്പെടുത്താം. ബാക്കി നമുക്ക് ഈ പീസിൽ നിന്നൊക്കെ എടുക്കാം. ഇവിടെ അപ്പോൾ ഒരു പീസ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 1 ഇഞ്ച് പോയിട്ട് നമുക്ക് ഈ 10ലേക്ക് ഇതിങ്ങനെ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ നമുക്ക് വേണ്ട പീസ് ഇവിടെ നിന്ന് നമുക്ക് ജോയിൻ ചെയ്യാം. നമുക്കിവിടെ വേണ്ടത് 11.25. 11.25 നമ്മളിവിടെ ഓപ്പൺ എടുത്തേക്കുന്നത്. 11.25 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ അതിങ്ങനെ ഇവിടുന്ന് വെട്ടിയെടുക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയിട്ട് ഇവിടെ അടിച്ച് ജോയിൻ ചെയ്ത് ചേർക്കാണ്. പിന്നെ 4 പീസ് വേണം. നമ്മളിത് ജോയിൻ ചെയ്യും. ഇനി കൈയുടെ ഇറക്കത്തിന് ഇതിനകത്ത് ഇത്രേ കിട്ടുള്ളൂ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിയിൽ വെച്ചടിച്ച് മടക്കിയെടുക്കുകയാണ്. നമുക്കിനി നെക്കിൻ്റെ അകലമാണ് വേണ്ടത്. നെക്കിൻ്റെ അകലവും ഇറക്കവും കുറവ് മതി എന്നുള്ള ആൾക്കാരാണ് ഇവർ. നെക്കിൻ്റെ അകലം നൈറ്റിക്കൊക്കെ നമ്മൾ ഒരുപാട് കഴുത്ത് വൈഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 6, 6.25, 6.5 വരെ മാക്സിമം എടുക്കാം. നമുക്ക് 6.5 കിട്ടിയേക്കണം. 6.5 ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് 5, ബാക്ക് ലെങ്ത്ത് 2, 5, 5.5. ഫ്രണ്ട് നെക്ക് 5.5, ബാക്ക് ലെങ്ത്ത് 2 ഇഞ്ചുമാണ് കിട്ടിയിരിക്കുന്നത്. 5.5 ഇത് കണ്ടോ, 5.5, 2 ഇഞ്ച്.
അപ്പോൾ നമ്മളിത് ഇനി ഇങ്ങനെ ഒരു നെക്കാണ് അവർക്ക് വേണ്ടത്. ഫ്രണ്ടിൽ വേറൊരു പീസ് വെച്ച് പിടിപ്പിച്ച് നമ്മളിത് ചെയ്തേക്കുന്നതാണ്. ഈ നെയ്റ്റി നമ്മൾ ഇവിടെ തന്നെ ചെയ്ത നെയ്റ്റിയാണ്. ഒരു പീസ് പിടിപ്പിച്ച് ഇങ്ങനെ ഒരു ലേസും വെച്ച് കൊടുത്ത് ഇത് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്ക് മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിത് വക്രത്തിൽ അത് വെട്ടിയെടുക്കണം. നമ്മൾ 3.25 6.5 കിട്ടിയപ്പോൾ 3.25 6യുടെ പകുതി ഇവിടെ നിന്ന് നമ്മളിവിടെ കറക്റ്റായിട്ടൊരു വര വരയ്ക്കുക. അതിന് ശേഷം 6 ഇഞ്ച് എടുക്കണം. 6 ഇഞ്ച് ഫ്രണ്ടിൽ ലെങ്ത്ത് എടുത്താലാണ് നമ്മൾ 5.5 ഇഞ്ച് ഫ്രണ്ട് നെക്കിൻ്റെ ഇത് കിട്ടുള്ളൂ. 1/2 ഇഞ്ച് മുകളിൽ തയ്ക്കാനായിട്ട് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ഡിസൈനാണോ ചെയ്യുന്നത് അത് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. നമുക്ക് എന്തോരം വീതി വേണമെന്ന് വെച്ചാൽ ഈ നെക്കിൻ്റെ അകലത്തിൻ്റെ ഇപ്പുറത്തേക്ക് വേണം നമ്മൾ മാർക്ക് ചെയ്യാം. ഡിസൈൻ ചെയ്യാനുള്ള എന്തോരം ഇത് വേണം. അപ്പം ഞാൻ 1.25 എടുത്തേക്കുന്നത്. എല്ലാ ഭാഗവും 1.25 അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് 2 നെയ്റ്റിയാണ് അവർ തയ്ക്കാൻ തന്നെയാണ്. ഒരു നെയ്റ്റ് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തിരി നമ്മൾ വെട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ പുറമേലത്തെ ഭാഗം വെട്ടിയെടുത്തു. ഇനി കഴുത്ത് വെട്ടിയിടണം. നമ്മളിതിവിടെ ഒരു വര വരച്ചിട്ടുണ്ടായി നേരെ, അത് വെട്ടിക്കളഞ്ഞു. അതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടിയതിന്. ഇനി നമ്മളിത് വെച്ച് ഒരു നല്ല ഏത് തുണിയാണോ ഇതിന് മാച്ച് ചെയ്യുന്ന കളറിന് ചേർന്നൊരു തുണി എടുത്ത് അതിനകത്ത് ഒട്ടിച്ച് നമുക്ക് കഴുത്ത് മറിച്ചടിക്കണം. ഒരെണ്ണം ഞാൻ വേറൊരു ഡിസൈനിലാണ് വരച്ചേക്കുന്നത്. ഈ 1.25 തന്നെ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ എല്ലാം 1.25 വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇലയുടെ ഡിസൈനാണ് എടുത്തേക്കുന്നത്. ഒരെണ്ണം ഇങ്ങനെ ഒരു ഡിസൈനാണ് എടുത്തേക്കുന്നത്. ഇത് 2 തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മൾ നൈറ്റിയുടെ ബാക്ക് സൈഡിൽ നിന്നാണ് കഴുത്തടിച്ച് മറിക്കേണ്ടത്. ബാക്ക് സൈഡിൽ നിന്ന് ചീത്ത വശത്ത് നിന്ന് നല്ല വശം ഇങ്ങനെ വച്ച് കഴുത്ത് ഇങ്ങനെ അടിച്ച് ഞാൻ അടിച്ചു വെച്ച് പോയി. അടിക്കുന്നതിന് മുമ്പ് മറന്നു കയറുന്നു വീഡിയോ എടുക്കാൻ. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച്. അതിന് ശേഷം കഴുത്തിൻ്റെ നടുക്ക് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു അടിപ്പടിക്കുക. ശേഷം കഴുത്തടിച്ചതിന് ശേഷം നല്ല വശത്തേക്ക് ഇത് തിരിച്ചിടണം. ഒരു 1/4 ഇഞ്ച് അകലത്തിൽ കഴുത്തിങ്ങനെ വെട്ടി
കഴുത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ നോച്ചുകൾ കൊടുത്തില്ലെങ്കിൽ കഴുത്ത് മര്യാദയ്ക്ക് മറഞ്ഞിട്ടില്ല. അതിനുശേഷം ഇത് നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിടണമാണ്. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ കഴുത്തിങ്ങനെ പതിച്ചടിക്കുകയാണ്. നമ്മൾ ഒരേ അളവിൽ 2 നൈറ്റി വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ വെട്ടി നൈറ്റി ഒരു മാമ്പഴ മഞ്ഞയാണ്. തയ്ക്കാൻ ഞാനത് തയ്ച്ച് കഴിഞ്ഞായിരുന്നു. വേറെ നൈറ്റി ആ അളവിൽ തന്നെയുള്ള വേറെ നൈറ്റിയാണ് തയ്ക്കാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല വശത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ടു. ചീത്ത വശത്തു നിന്ന് കഴുത്തടിച്ച് ഫ്രണ്ടിലേക്കാണ് തിരിച്ചത്. അതിന് ശേഷം ഇതിൻ്റെ തുമ്പ് ചേർന്ന് ഇങ്ങനെ അടിച്ച് ഫ്രണ്ട് വശം മൊത്തത്തിലടിച്ച് നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്ക് വശം കഴുത്തിൻ്റെ അകലം 2.25, ഇറക്കം 3 ഇഞ്ച്. 3 ഇഞ്ച് കിട്ടണമെങ്കിൽ 2.25 തന്നെ ഇറക്കം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കുക. യൂനെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. നമ്മൾ ആ ഫ്രണ്ടിലെ നെക്കിൻ്റെ യു വെട്ടിയതിൻ്റെ ബാലൻസ് തുണിയിൽ നിന്ന് വേണം കഴുത്തിനുള്ള ക്രോസ് പീസ് വെട്ടിയെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ അതിൽ നിന്ന് ക്രോസ് പീസ് ഇങ്ങനെ വെട്ടിയെടുക്കണം. ബാക്കിൽ കഴുത്ത് ക്രോസ് അടിച്ച് പറിക്കാനായിട്ടുള്ളതാണ്. അതിനുശേഷം ഈ ക്രോസ് പീസ് രണ്ടും യോജിപ്പിക്കണം. അതിനുശേഷം ബാക്ക് കഴുത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതാണ്. ബാക്കിൽ ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് ബാലൻസുള്ളത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്രണ്ടായിട്ട് അറ്റാച്ച് ചെയ്യണം.
തുണിയുടെ നല്ല വശവും കൂട്ടി വെച്ച് നമ്മൾ ബാക്ക് പീസ് അടിക്കാനായിട്ട് മറിച്ചടിക്കാനുള്ള ഈ പീസ് ഇങ്ങനെ നേരേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് വയ്ക്കുക. ഇതിങ്ങനെ വയ്ക്കുക. ഷോൾഡർ കൂട്ടിയെടുക്കുക. രണ്ട് സൈഡിലും ഷോൾഡർ കൂട്ടിയടിച്ചതിന് ശേഷം ഇങ്ങനെ മറിച്ചിടണം. നീറ്റായിട്ടിവിടെ ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരുന്നത്. രണ്ട് സൈഡിൽ മറിച്ചെടുത്ത് അതിനുശേഷം വേണം ബാക്ക് കഴുത്തടിച്ച് മറിച്ച് അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇത്രയും കഴിഞ്ഞു. ഇതിന് ശേഷം നമുക്ക് കൈ പിടിപ്പിക്കണം. കൈ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഷോൾഡറിൽ ഇങ്ങനെ എക്സ്ട്രാ പീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി ക്ലിയർ ചെയ്ത് കൈക്ക് നമുക്ക് ഇച്ചിരി കൂടി ഇറക്കം വേണ്ടതായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പീസ് പിടിപ്പിക്കുകയാണ്. ഇത്ര ഇറക്കാണ് കിട്ടുള്ളൂ. ഒരു പീസ് ഒരു കഷ്ണം സൈഡിൽ നിന്നുള്ളത് എടുത്ത് പിടിപ്പിക്കുകയാണ്. നമുക്ക് ആ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് പീസ് കിട്ടിയതാണിത്. ഇത് കൈക്ക് വേണ്ടി പിടിപ്പിക്കുകയാണ്. ശേഷം അത് ഇവിടെ പതിച്ചടിക്കണം. താഴത്ത് നമ്മളിങ്ങനെ മടക്കി അടിക്കുകയാണ് കൈയുടെ. ഇങ്ങനെയാണ് കൈക്ക് നീളം വെക്കണമെങ്കിൽ നമ്മളൊരു പീസ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനെ എടുത്ത് ജോയിൻ്റ് ചെയ്ത് അടിച്ചെടുക്കാം. അതിനുശേഷം കൈയുടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഫിനിഷിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനൊരു അടുപ്പ് കൊടുത്തത്. രണ്ട് കൈ ഇങ്ങനെ അടിച്ചിട്ട് വരാം. നമുക്ക് കൈ ജോയിൻ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കാം. ഇവിടെ ഇങ്ങനെ ഈ കൈയുടെ അവിടെ നോച്ചിട്ട് വേണ ഭാഗം കറക്റ്റായിട്ട് ഇവിടെ സെൻറ്ററിൽ വരാൻ ഭാഗത്തിന് വെച്ചതിന് ശേഷം
വലിക്കാതെ പിടിച്ചടിക്കണം. നടുവശത്തു നിന്നാണ് അടിച്ചു പോന്നേക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് അടിച്ചാൽ നമുക്കിങ്ങനെ കൈ നീങ്ങി പോകുന്നുള്ള ആൾക്കാരൊക്കെ നടുക്കുന്ന സെൻറ്ററിൽ നിന്ന് അടിച്ചു പോക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. എന്നിട്ട് അതിൽ തന്നെ വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് അടിച്ച് കൊണ്ടുവരാം. വീണ്ടും അത് രണ്ടാമത് അടിച്ചും കൂടി അടിച്ച് നടുക്കൊണ്ടൊന്ന് നിർത്താം. മറ്റേ കൈ ഇതുപോലെ അടിച്ചിട്ട് കാണാം. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കൈ അടിച്ചു കഴിഞ്ഞു. ഇതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡ് മാർക്ക് ചെയ്തതിന് ശേഷം വേണം അടിക്കാൻ. നാലാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് 12.5 ഇവിടെ വേണ്ടത്. 12.5 ഇവിടെ മാർക്ക് ചെയ്യാം. ഷേപ്പ് ലെങ്ത് 16 ഇഞ്ചാണ്. ഇവിടെ 12 ഇഞ്ചാണ് വേണ്ടത്. 24 വേണ്ടത്. മുകളിൽ 25. കൈ 5.5 വേണ്ടത്. കൈയുടെ താഴത്തെ അളവ് 5.5. ഇത്ര സൈഡ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി നോക്കേണ്ടത്. കാരണം അടിക്കുന്നതിന് മുമ്പ് എല്ലാം കറക്റ്റാണെന്ന് നോക്കണം. 12.5 ഇഞ്ച്. കൈയുടെ അളവ് 5.5. നമുക്ക് സൈഡ് കൂട്ടാം.
അപ്പർ സൈഡ് അതുമാതിരി അടിച്ചിട്ട് കാണാം. അതിന് ശേഷം ഇതിങ്ങനെ അടി മടക്കി അടിക്കണം. ഇങ്ങനെ അകത്തോട്ട് 1/2 ഇഞ്ച് 1.5 ഇഞ്ച് നമ്മൾ വിട്ടുണ്ടായിരുന്നുള്ളൂ. 1/2 ഇഞ്ച് മുകളിലും പോകും, 1 ഇഞ്ച് കൂടെ ഇങ്ങനെ മടക്കി അടിക്കാൻ. നമ്മുടെ നെയ്റ്റി അടിച്ചു കഴിഞ്ഞു. നമ്മൾ 2 നെയ്റ്റിയും അങ്ങനെ തയ്ച്ചു കഴിഞ്ഞു.